ഞാൻ സംസാരിച്ചു, അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് ഉത്തരമരുളി. ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംസാരിച്ചു. എൻ്റെ ഭയമെല്ലാം പോയി. നമ്മുടെ സകല ഭയങ്ങളിൽ നിന്നും ദൈവം നമുക്ക് വിടുതൽ നൽകുന്നു. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം സിൻ. ഫ്രീഡം ഫ്രം സിൻ. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം ഫിയർ. 119 സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 28 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം യുവർ സോറോസ്. നിങ്ങളുടെ വിഷാദങ്ങളിൽ നിന്ന്, മറ്റേ ഭയത്തിൽ നിന്നാണെങ്കിൽ നമ്മുടെ വിഷാദങ്ങളിൽ നിന്ന് നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. അപ്പോൾ വചനം എൻ്റെ ഭയത്തിൽ നിന്ന് വിടുതൽ നൽകുന്നത് പോലെ, സ്വാതന്ത്ര്യം നൽകുന്നത് പോലെ, എൻ്റെ വിഷാദങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നതായ ഒരു കാര്യം. വിഷാദങ്ങളിൽ നിന്ന്. അതിൻ്റെ 50 വാക്യം വായിക്കുമ്പോൾ, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. ഈ 119 സങ്കീർത്തനം മുഴുവൻ വചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം കൺഫ്യൂഷൻ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ വയ്യാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നതായ സ്റ്റേജ്. നമ്മൾ വഴിയെക്കുറിച്ച് കേട്ട ഭാഗം തന്നെയാണ് 86 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അതായത് കർത്താവിനോട് പറയുക, കർത്താവേ ഞാൻ വഴി മുട്ടി നിൽക്കുകയാണ്, എനിക്കറിയില്ല എങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യാത്തതായ എന്തുവാ നമ്മൾ തന്നെ ചിലപ്പോൾ ചോദിക്കുമല്ലോ, എന്നാ ചെയ്യണ്ടേ, എനിക്ക് ഒരു പിടിയുമില്ല. ഒരു പിടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ പറയാണ്, നിന്റെ വഴി എന്നെ കാണിച്ചു തരണം, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അത് ഇതിലേ കാണിച്ചു തരുന്നത് വചനത്തിലാണ്, സത്യത്തിലാണ്. വചനമാണ് സത്യം. ഈ വചനത്തിൽ നടന്നാൽ അവൻ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ വഴി കാണിച്ചു തരുന്നവനായ ഒരു ദൈവം. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം യുവർ കൺഫ്യൂഷൻ. ഇപ്പോഴത്തെ പ്രത്യേകത, എനിക്ക് വഴി അറിയാം. കാരണം ഞാൻ ലോൺലിനെസ്, അല്ലെങ്കിൽ അത് അടുത്ത ഒരിതാണ്. വഴി എനിക്ക് ഇപ്പോൾ വചനത്തിലൂടെ അറിയാവുന്നത് കൊണ്ട് ആ വഴിയെ ഞാൻ നടക്കുകയാണ്. അതിൽ നിന്ന്, അതായത് എൻ്റെ കൺഫ്യൂഷനിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം യുവർ സെൽഫ്, നമ്മുടെ സ്വയത്തിൽ നിന്ന് അഥവാ ജഡത്തിൽ നിന്ന്. 2, ഫ്രീഡം ഫ്രം യുവർ സിൻ, നിന്റെ പാപത്തിൽ നിന്ന്. ഫ്രീഡം ഫ്രം യുവർ ഫിയർ, ഭയത്തിൽ നിന്ന് വിടുതൽ നൽകുന്നു. ഫ്രീഡം ഫ്രം സോറോസ്, നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. ഫ്രീഡം ഫ്രം കൺഫ്യൂഷൻ, വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് നമുക്ക് കൺഫ്യൂഷനിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം ലോൺലിനെസ്, ഏകാന്തതയിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. ഏകാന്തതയിൽ നിന്ന്. പുറപ്പാട് 33 13 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും ഞാൻ വായിക്കുന്നില്ല, നമ്മൾ വായിച്ചതാണ്. അവിടെ മോശയോട് കർത്താവ് പറയാണ്, നിനക്ക് ഞാൻ വഴി കാണിച്ചു തരാം, പക്ഷെ വഴി കാണിച്ചു തരിക മാത്രമല്ല, ഞാൻ നിന്നോടുകൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, പിന്നെ എനിക്ക് ലോൺലിനെസ് ഇല്ല, ഈ വഴിയെ ഞാൻ എങ്ങനെ തന്നെ നടക്കും. നമ്മൾ തന്നെയല്ല, വി ആർ വിത്ത് ജീസസ്. എപ്പോഴും ആ ലോൺലിനെസ്സിൽ നിന്ന് വലിയ ഒരു സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. കാരണം ഇപ്പോഴെനിക്ക് കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിയാം. എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്ന് എനിക്കറിയാം. അത് പ്രസാദിപ്പിക്കുവാൻ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ വചനത്തിലൂടെ മനസ്സിലാക്കുന്നു. കാരണം വചനത്തിൽ അവൻ്റെ ഇഷ്ടം അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ ഇഷ്ടം അറിഞ്ഞ്, അവൻ്റെ വചനത്തിലൂടെ അവൻ്റെ ഇഷ്ടമറിഞ്ഞ് ഞാൻ നടക്കുന്നു. ഓരോ നിമിഷങ്ങളിലും അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ കഷ്ടപ്പെട്ട് നടക്കുകയല്ല, എൻ്റെ കൈപിടിച്ച് നടത്തുവാൻ കർത്താവുണ്ട്.
ഇതാണ് എൻ്റെ ജന്മസാഫല്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ജന്മസാഫല്യം എന്ന് പറയുന്നത് ഇതാണ്. യഥാർത്ഥത്തിലുള്ള ജന്മസാഫല്യം കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ആ പ്രവൃത്തി ചെയ്ത്, അത് വേണം കേട്ടോ. പ്രവൃത്തി യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതാണല്ലോ. അവിടെ നമ്മൾ കാണുന്നത് 1 മുതൽ, ആകയാൽ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പിന്നെ വായിക്കുകയാണ്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചന കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ്റെ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു ഉടനെ മറന്നു പോകുന്നു. അടുത്ത വാക്യം 25. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും. അപ്പോൾ വചനാധിഷ്ഠിതമായ അവൻ പ്രവൃത്തി ചെയ്യുന്നവനായി. അപ്പോൾ വചനം വായിച്ച് ആ വചനത്തിലൂടെയാണ് അവൻ്റെ പ്രവൃത്തി മുഴുവൻ. അവനെ നിയന്ത്രിക്കുന്നത് വചനമാണ്. അങ്ങനെ ചെയ്യുന്നവൻ, ആ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ, അത് പ്രവർത്തിക്കുന്നവൻ, അവൻ കേട്ടുമടക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും. എന്താണ് ഭാഗ്യം? വചനം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നതാണ് ഭാഗ്യം. അതനുസരിക്കുന്നവർക്കേ അതിൻ്റെ സുഖം മനസ്സിലാകത്തുള്ളൂ. എന്തൊരു സന്തോഷമായിരിക്കും. കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവിൻ്റെ ഇഷ്ടമറിയുകയും ആ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഭയങ്കര നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകും. നമുക്ക് ശരിക്കും അങ്ങനെ ഒരു ജീവിതമാണ് അത്യാവശ്യമായിരിക്കുന്നത്. നമ്മളെ മാറ്റിമറിക്കുന്ന ഒരു ജീവിതാനുഭവം. അതെങ്ങനെയാണ്? കേട്ടുമടക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും. ഒരു ബ്ലസ്സഡ് ലൈഫാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി. അതിൻ്റെ അർത്ഥം എന്നാ? എപ്പോഴും ഈ വചനത്തിൽ ഉറ്റുനോക്കിയാൽ ഞാൻ ജീവിക്കുന്നത് തന്നെ. നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാ. വചനം, അതുപോലെ വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ്. കാരണം എനിക്കറിയാം കർത്താവിൻ്റെ ഇഷ്ടം അടിസ്ഥാനപരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. അതുകൊണ്ട് ആ വചനത്തിൽ ഞാൻ നിലനിന്ന് ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും. ഒരു ബ്ലസ്സഡ് ലൈഫാണ്. അത് ആസ്വദിക്കുന്നതായ ഒരു അനുഭവമാണ്. ആസ്വദിക്കുന്ന ഒരു അനുഭവം. കർത്താവിൻ്റെ ഇഷ്ടം അറിയുന്നു, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു, അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് വരുന്ന ഒരനുഭവം. അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ തുടങ്ങിയ ഭാഗത്ത് നമ്മൾ കാണുന്നതായ കാര്യം 1-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ എതിലെയാണ് അറിയുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് അറിയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പോൾ പറയാണ്, ആ വചനത്തിലൂടെ നിങ്ങൾ അത് അറിയേണ്ടതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ ഓർത്തുകൊണ്ട് പൗലോസ് പറയാ, എനിക്ക് എഫേസ്യയിലെ വിശ്വാസികളോട് പറയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥന എന്താണ്? ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്ന് നിങ്ങളൊന്ന് അറിയണം. അതാ എൻ്റെ പ്രാർത്ഥന. അത് വചനത്തിലൂടെയാണെന്ന് നമ്മൾ കണ്ടു. അത് അറിഞ്ഞിട്ട് നിങ്ങളത് ചെയ്യണം. അറിഞ്ഞാൽ എഫേസ്യയിലുള്ളവർ ചെയ്യും. കാര്യം അവര് ഇഷ്ടം അറിയാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പോൾ പറയാണ്, എൻ്റെ പ്രാർത്ഥന എന്താണ്? നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും പൗലോസ് പ്രാർത്ഥിക്കുക, കർത്താവെ അവർക്ക് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും
വെളിപ്പാടിൻ്റെയും ആത്മാവിനെ കൊടുക്കണമേ. അവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. നിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അവരെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ. ആ ആശയ്ക്ക് വേണ്ടി ഉള്ള ശക്തി എന്താണ്, അതിൻ്റെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിപ്പിക്കണമേ. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക, പിന്നീട് കുറച്ചുകൂടെ ഇരുത്തി ഒന്ന് വായിച്ചു നോക്കുക. അവിടെ ഓരോന്നും നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്ന ഓരോ കാര്യവും നമ്മൾ ആലോചിക്കുമ്പോൾ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്ത് തരണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? എ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ ഇൻ ദ നോളജ് ഓഫ് ഹിം. ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഒന്ന്, തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എന്ത് തരണം? ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തരണം, വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണം. രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ജ്ഞാനം വേണം. വിസ്ഡം, ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ് ഒരു പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സോഫിയ എന്നുള്ള വാക്കാണ് ജ്ഞാനം, വിസ്ഡം. വെറും ബുദ്ധിപരമായ യുക്തി അല്ല ഇവിടുത്തെ പ്രധാനം. അവിടുത്തെ പ്രധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവികമായ ഒരു ജ്ഞാനം നിങ്ങൾക്ക് കിട്ടണം. അത് നിങ്ങളുടെ ബുദ്ധിയിൽ കയറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ദൈവവചനം വായിക്കണം. വായിക്കുമ്പോൾ അത് നിങ്ങളുടെ തലയിലാണ് കയറുന്നത്, പക്ഷേ ധ്യാനിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പൗലോസ് പറയുക, ദൈവമേ നീ ഇവർക്ക് സോഫിയ കൊടുക്കണേ, ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ നീ കൊടുക്കണമേ, വെളിപ്പാട് കൊടുക്കണമേ, റെവലേഷൻ, അപ്പോക്കാലിപ്സിസ്. അത് നിങ്ങളുടെ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റേത് നിങ്ങളുടെ സോളിലാണ്. ഏത്? നിങ്ങളുടെ മനസ്സിലാണ്. ഏത്? ജ്ഞാനത്തിൻ്റെ ആത്മാവ്, നിങ്ങളുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനത്തെ, നമുക്കറിയാമല്ലോ ജ്ഞാനം, പക്ഷെ ജ്ഞാനം മാത്രമല്ല വെളിപ്പാടും കൊടുക്കണമെന്നാണ് പറയുന്നത്. വേദപുസ്തകം വായിച്ചാൽ നമുക്ക് ജ്ഞാനമുണ്ടാകും. ജ്ഞാനമുണ്ടാകണം, അത് വേണം. പക്ഷേ അതിനപ്പുറത്ത് ഇത് വായിക്കുമ്പോൾ അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ വെളിപ്പാട് ലഭിക്കണം. വെളിപ്പാട്, റെവലേഷൻ എന്ന് പറയുന്നത് ബുദ്ധിയിലല്ല. വെളിപ്പാട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആത്മാവിലാണ്. ജ്ഞാനവും വെളിപ്പാടും തമ്മിൽ ഞാൻ അതിനെക്കുറിച്ച് സെക്യുലറായിട്ട് തന്നെ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പലരോടും. ജ്ഞാനവും വെളിപ്പാടും തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം ഞാൻ പറയാം. ജ്ഞാനം എന്ന് പറയുന്നത് യുക്തി എന്ന് വേണമെങ്കിൽ പറഞ്ഞു, റീസണിങ്. അത് നമുക്ക് നിഗമനങ്ങളാണ് കൊണ്ട് തരുന്നത്. ജ്ഞാനം കൊണ്ട് നമുക്ക് കിട്ടുന്നത് നിഗമനങ്ങളാണ്. അതായത് അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന നിഗമനങ്ങൾ. അത് വേണം. വേദപുസ്തകം വായിക്കുമ്പോഴും നമുക്ക് ജ്ഞാനം വേണം, നിഗമനങ്ങൾ വേണം. പക്ഷേ അതായത് കൺക്ലൂഷൻസ് ആണ് ജ്ഞാനം നിങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ വെളിപ്പാട് നൽകുന്നത്, റെവലേഷൻ നൽകുന്നത് കൺക്ലൂഷൻ അല്ല, കൺവിക്ഷനാണ്, ബോധ്യങ്ങളാണ്. ബോധ്യം നമുക്ക് ലഭിക്കുന്നത് ആത്മാവിലാണ്. ബുദ്ധിപരമായി ആലോചിച്ച് കണ്ടെത്തുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്തിന്റെ ആധാരം ദൈവത്തിന്റെ വചനമാണ്. ഈ ലോകം ഉണ്ടായത് തന്നെ ദൈവത്തിന്റെ വചനത്താൽ ഉളവായി, എബ്രായലേഖനത്തിലെ വാക്യമാണ് എന്ന് നമ്മൾ വെളിപ്പാടിനാലാണ് അറിയുന്നത്. അല്ലാതെ അത് ബുദ്ധിപരമായി ആലോചിച്ച് കണ്ടെത്തിയ ഒരു നിഗമനമല്ല. നിഗമനത്തിനപ്പുറത്ത് അത് വെളിപ്പാടാണ്. അപ്പോൾ വചനം വായിക്കുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വിസ്ഡം വേണം. അത് നിങ്ങൾക്ക് പഠിക്കുന്നതിന് നിങ്ങളുടെ ബുദ്ധിയെ സഹായിക്കുന്നുണ്ട്. വചനം വായിക്കണം, പഠിക്കണം. അത് നിങ്ങൾക്ക് അറിവ് പകർന്നു തരും. അറിവ് അത് സാധാരണക്കാരാര് വായിച്ചാലും മനസ്സിലാകും. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വെളിപ്പാട് ലഭിക്കണം. എന്താ വെളിപ്പാട്? ഉറപ്പാണ്, നിഗമനങ്ങളല്ല, ബോധ്യങ്ങളാണ്. വേദപുസ്തകത്തിലെ സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് യുക്തിപരമായി ആലോചിച്ച് ഒരു ഉത്തരം കണ്ടെത്തുകയല്ല. അങ്ങനെയുള്ള ടീച്ചേഴ്സൊക്കെ ഒത്തിരി ഉണ്ട്. എല്ലാത്തിനും യുക്തിപരമായി ഉത്തരം കണ്ടെത്തി ഓരോന്ന് പറയുന്നത്. നമ്മുടെ യുക്തിക്കൊക്കെ ഒത്തിരി അപ്പുറത്താണ് ദൈവികത എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാടുണ്ടെങ്കിലേ പറ്റൂ.